بسم الله الرحمن الرحيم إن الله لا يغفر أن يشرك به ويغفر ما دون ذلك لمن يشاء ومن يشرك بالله فقد ضل ضلالا بعيدا إن يدعون من دون الله إلا إناثا وإن يدعون إلا شيطانا مريدا لعنه الله وقال لأتخذن من عبادك نصيبا مفروضا ولأضلنهم ولأمنينهم ولآمرنهم وليبتكن آذان الأنعام ولآمرنهم فليغيرن خلق الله ومن يتخذ الشيطان وليا من دون الله فقد خسر خسرانا مبينا. بارك الله لنا ولكم في القرآن العظيم ونفعنا وإياكم بالآيات وذكر الحكيم. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പാപങ്ങളെല്ലാം പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ നമസ്കാരത്തെയും ഇരുത്തത്തെയും സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന സൂറത്തുൻ നിസാ അതിലെ 116 മുതൽ 119 വരെയുള്ള ആയത്തുകളാണ് നമ്മളിപ്പോൾ പാരായണം ചെയ്യുന്നത്. വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഞാനും നിങ്ങളും നമ്മുടെ ജീവിതത്തിൽ വളരെയേറെ ജാഗ്രത പുലർത്തേണ്ട വിഷയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. തന്നിൽ ആരെയും പങ്കുചേർക്കുന്നത് അല്ലാഹു ഒരിക്കലും പൊറുക്കുകയില്ല. ഇതിന് സമാനമായ ആയത്തുകൾ നമ്മൾ പലതും കേട്ട് കഴിഞ്ഞതാണ്. വൻപാപങ്ങളുടെ കൂട്ടത്തിൽ എണ്ണപ്പെട്ടതാണ് ശിർക്ക് എന്ന് പറയുന്നത്, അല്ലാഹുവിനോട് പങ്കുചേർക്കുക. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പൊറുക്കുകയില്ല. വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അതൊഴിച്ചുള്ളതൊക്കെ അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക്, ഇച്ഛിക്കുന്നവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കും. അപ്പോ പരിശുദ്ധമായ ദീനിൽ വളരെ ഗൗരവമേറിയ ഒരു പാപമാണ് ശിർക്ക് എന്ന് പറയപ്പെടുന്നത്. കർമ്മത്തിലോ വിശ്വാസത്തിലോ ചിന്തയിലോ ഒന്നും അത് കടന്നു വരാതെ സൂക്ഷിച്ചുകൊള്ളണം. ഇന്ന ശിർക ലദുൽമുൻ അദീം, ഏറ്റവും വലിയ അക്രമം എന്നാണ് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ശിർക്കിനെ വിശേഷിപ്പിച്ചത്. ഏറ്റവും വലിയ അക്രമം. നമുക്കറിയാം, അക്രമം എന്ന് പറയുന്നത് എത്ര വലിയ പാപമാണ്. അക്രമം, ആ വലിയ അക്രമം എന്ന് പറയപ്പെടുന്നത് അള്ളാഹുവിനോട് പങ്കുചേർക്കലാണ്. അതാരുമായിക്കൊള്ളട്ടെ, അമ്പിയാക്കളായിക്കൊള്ളട്ടെ, ഔലിയാക്കളായിക്കൊള്ളട്ടെ, സ്വാലിഹീങ്ങളായിക്കൊള്ളട്ടെ, സിദ്ദീഖീങ്ങളായിക്കൊള്ളട്ടെ, വിഗ്രഹങ്ങളായിക്കൊള്ളട്ടെ, പിശാചുക്കളായിക്കൊള്ളട്ടെ, ആരുമായിക്കൊള്ളട്ടെ, അള്ളാഹുവിനോട് പങ്കുചേർക്കുന്നതിനെ, അള്ളാഹുവിനോട് സമമായി അള്ളാഹുവിനോട് ചെയ്യേണ്ടുന്ന ഇബാദത്തുകളെ അവരുടെ മേൽ ചെയ്യുക, അള്ളാഹുവിന്റെ കഴിവ് അവർക്കുമുണ്ട് എന്ന് വിശ്വസിക്കുക, ഇതൊക്കെ ശിർക്കിന്റെ ഭാഗങ്ങളാണ്. അതുകൊണ്ട് സൂക്ഷിച്ചുകൊള്ളണം. വമൻ യുശ്രിക് ബില്ലാഹ്, ആരെങ്കിലും അള്ളാഹുവിനോട് ശിർക്ക് വെച്ച് കഴിഞ്ഞാൽ ഫഖദ് ളല്ല ളലാലൻ ബഈദ, അവൻ വഴികേടിൽ ഒരുപാട് ദൂരം പിന്നിട്ടിരിക്കും. വഴികേടിൽ, വലാലിയത്തിൽ, വഴികേടിൽ
ഏറെ ദൂരം അവൻ പിന്നിട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊള്ളണം. നഊദുബില്ല, അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു വലിയൊരു സത്യം നമ്മളോട് തുറന്നു പറയുകയാണ്. അല്ലാഹുവിനെ കൂടാതെ ആളുകൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് വെറും ദേവതകളെ മാത്രമാണ്. സത്യത്തിൽ യഥാർത്ഥത്തിൽ അവർ സഹായം അഭ്യർത്ഥന നടത്തുന്നത് ധിക്കാരിയായ പിശാചിനോടാണ്. ഒന്നുകിൽ ദേവതകളോടാണ്, അല്ലെങ്കിൽ ഏറ്റവും വലിയ സത്യനിഷേധിയായ ധിക്കാരിയായ പിശാചിനോടാണ് അവര് വിളിച്ചു പ്രാർത്ഥന നടത്തുന്നത്, അല്ലെങ്കിൽ സഹായ അഭ്യർത്ഥന നടത്തുന്നത്, അല്ലെങ്കിൽ ആരാധന നടത്തുന്നത്. ഇവരെയൊക്കെ അല്ലാഹ് ശപിച്ചിരിക്കുകയാണ്. പിശാചിനെ അല്ലാഹ് ശപിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ അല്ലാഹുവിനെ കൂടാതെയുള്ള ദേവീ ദേവന്മാർ, അവകളെയും അല്ലാഹു ശപിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ നമുക്ക് എപ്പോഴും ഓർമ്മ വേണം, അല്ലാഹുവിന്റെ മുന്നിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പിശാച് ഒരു ശപഥം ചെയ്തിട്ടുണ്ട്. അല്ലാഹു പരിശുദ്ധമായ ഖുർആനിൽ പലയിടങ്ങളിൽ അത് നാം ആവർത്തിച്ചിട്ടുണ്ട്. വഖാല ശൈത്താൻ പറഞ്ഞു അത്രേ, നിന്റെ ദാസന്മാരിൽ ഒരു വിഭാഗത്തെ ഞാൻ എന്റേതാക്കി മാറ്റും, അഥവാ എന്റെ അനുയായികളാക്കി മാറ്റും, എന്റെ സഹായികളാക്കി മാറ്റും, എന്റെ മിത്രങ്ങളാക്കി ഞാൻ മാറ്റും. ഇത് നമുക്ക് എപ്പോഴും ഓർമ്മ വേണം. വലാലിയത്തിന്റെ, ശിർക്കിന്റെ, കുഫറിന്റെ, കൊടും പാപങ്ങളുടെ വഴികൾ മുഴുവനും പിശാചിന്റെ വഴികളാണ്. അത് ചെയ്യുന്നതിലൂടെ, അത് പ്രവർത്തിക്കുന്നതിലൂടെ നമ്മൾ ആരായി മാറുന്നു? പിശാചിന്റെ അനുയായികളായി മാറുന്നു, അവന്റെ ഉറ്റമിത്രങ്ങളായി മാറുന്നു, അവന്റെ സുഹൃത്തുക്കളായി മാറുന്നു. ഇത് അള്ളാഹുവിന്റെ മുന്നിൽ അവൻ തുറന്നു പറഞ്ഞ കാര്യമാണ്. അള്ളാഹുവിന്റെ മുന്നിൽ അവൻ പറഞ്ഞു, നിന്റെ അടിമകളിൽ ഒരു വിഭാഗത്തിന്, എല്ലാരും പറ്റൂല, നിന്റെ അടിമകളിൽ ഒരു വിഭാഗത്തിനെ ഞാൻ എന്റേതാക്കി മാറ്റും, എന്റേതാക്കി മാറ്റും. മാത്രമല്ല വല ഉദില്ലന്നഹും, തീർച്ചയായും അവരെ നാം വഴിപിഴപ്പിക്കും. വല ഉമന്നിയന്നഹും, അവന്റെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് വ്യാമോഹങ്ങൾ ഞാൻ ഇട്ടുകൊടുത്തുകൊണ്ടേയിരിക്കും, ഞാൻ ഇട്ടുകൊടുത്തേണ്ടേയിരിക്കും. വല ആമുറന്നഹും, ഇതെല്ലാം ഞാൻ അവരോട് എന്റെ കൽപ്പനയ്ക്ക് അനുസരിച്ചുകൊണ്ട് അവൻ പ്രവർത്തിക്കും. വലയുബദ്ദികുന്ന ആദാനൽ അൻആം, ആടുമാട് ഒട്ടകങ്ങളുടെ, മൃഗങ്ങളുടെ ചെവികളെ അവര്, എന്റെ കാതുകളെ അവര് കീറിമുറിക്കും. വല ആമുറന്നഹും, ഞാൻ അവരോട് കൽപ്പിക്കുന്നതിനനുസരിച്ച് അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ അവർ വ്യത്യാസം വരുത്തും, അവർ വ്യത്യാസം വരുത്തിക്കൊണ്ടിരിക്കും. നോക്കണേ, എത്ര കാര്യങ്ങൾ അല്ലാഹു പറഞ്ഞു. വല ഉദില്ലന്നഹും, പിശാച് പറയുകയാണ് ഞാൻ അവരെ വഴിപിഴപ്പിക്കും. മാത്രമല്ല വല ഉമന്നിയന്നഹും, അവരെ ഞാൻ വ്യാമോഹത്തിൽ അകപ്പെടുത്തും. ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് നീണ്ട നീണ്ട വ്യാമോഹങ്ങൾ. ആ വ്യാമോഹങ്ങൾ സഫലീകരിക്കപ്പെടുന്നതിന് വേണ്ടിയാണ് ചിലപ്പോഴൊക്കെ ശിർക്കിലേക്ക് വന്ന് പെടുന്നത്, കുഫറിലേക്ക് ചെന്ന് വീഴുന്നത്. അവരുടെ മനസ്സുകളിൽ ഞാൻ വ്യാമോഹങ്ങൾ ഇട്ടുകൊടുക്കും. മാത്രമല്ല വല ആമുറന്നഹും, എന്റെ കൽപ്പനയ്ക്കനുസരിച്ച് വലയുബദ്ദികുന്ന ആദാനൽ അൻആം, ആടുമാട് ഒട്ടകങ്ങളുടെ ചെവികളെ അവർ കീറിമുറിക്കും. ചെവികളെ കീറിമുറിക്കുക എന്ന് പറഞ്ഞാൽ അറബികളിൽ ആരംഭ കാലഘട്ടത്തിൽ വിഗ്രഹങ്ങൾക്ക്, അഥവാ അവരുടെ ആരാധിക്കുന്ന വിഗ്രഹങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മൃഗങ്ങളെ അവർ നേർച്ചയാക്കുമായിരുന്നു. അപ്പൊ ആ വിഗ്രഹങ്ങൾക്ക്, ദേവതകൾക്ക് നേർച്ചയാക്കപ്പെടുന്ന ആടുമാട് ഒട്ടകങ്ങളുടെ ചെവികളെ അവരെന്ത് ചെയ്യും? കീറിമുറിക്കും, അടയാളപ്പെടുത്തുന്നതാണ്. ഇത് ഇന്ന ദേവതയ്ക്ക്, ഇത് ഇന്ന ദേവതയ്ക്ക്, ഇന്ന ദേവന്. നമ്മുടെയൊക്കെ നാടുകളിൽ കണ്ടിട്ടില്ലേ, ചില പൂജകൾക്ക് വേണ്ടിയിട്ട് ആളുകൾ നേർച്ചയാക്കുന്നത്, ചില ക്ഷേത്രങ്ങളിലേക്ക് ആളുകൾ നേർച്ചയാക്കുന്നത്, അത്തരത്തിലുള്ള നേർച്ചാ വസ്തുക്കളെ തിരിച്ചറിയുന്നതിന് വേണ്ടി
അവരവരുടെ മൃഗങ്ങളെ ബലിയർപ്പിക്കുന്ന അല്ലെങ്കിൽ നേർച്ചയാക്കുന്ന മൃഗങ്ങളുടെ ചെവികളെ അവർ കീറിമുറിക്കും. അതാര് കൽപ്പിച്ചിട്ടാണ്? പിശാചിന്റെ കൽപ്പന പ്രകാരമാണ്. വല ആമുറന്നഹും, ഞാൻ അവരോട് കൽപ്പിക്കുന്നതിനനുസരിച്ച് അള്ളാഹുവിന്റെ സൃഷ്ടികളെ അവര് വ്യത്യാസപ്പെടും. അള്ളാഹിന്റെ സൃഷ്ടിപ്പിനെ അവര് വ്യത്യാസപ്പെടും. ഇന്ന് ടാറ്റു അടിക്കുന്ന കൂടി വരികയാണ്. ടാറ്റു അടിക്കുക, പച്ച കുത്തുക എന്ന് പറയും. അള്ളാഹുവിന്റെ റസൂല് ശപിച്ച വിഭാഗമാണ്. ആ വർക്ക് ചെയ്തു കൊടുക്കുന്നവരും ചെയ്യിപ്പിക്കുന്നവരും അൽവാശിമത്ത വൽ മുസ്തൗശിമത്ത, പച്ച കുത്തുന്നവരെയും അതുപോലെ തന്നെ പച്ച കുത്തിക്കുന്നവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ശപിച്ചിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയുണ്ടായി. നമ്മൾ മനസ്സിലാക്കണം, ഇന്ന് മുസ്ലിങ്ങളിൽ പോലും പെൺകുട്ടികളും ആൺകുട്ടികളും യുവാക്കൾ പോലും ടാറ്റു ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ്. അള്ളാന്റെ റസൂല് വെറുക്കുകയും ശപിക്കുകയും ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് പിശാചിന്റെ പ്രവർത്തനമാണ്, പിശാചിന്റെ ഉദ്ബോധനമാണ്, പിശാചിന്റെ കൽപ്പന പ്രകാരമാണ് അവര് അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിൽ, അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിൽ വ്യത്യാസം വരുത്തിക്കൊണ്ടിരിക്കുന്നത്. അത് പിശാചിന്റെ കൽപ്പന പ്രകാരമാണ്. അങ്ങനെ വരുമ്പോ അള്ളാഹ് പറയുകയാണ്, അവസാനം പറയുകയാണ്, അള്ളാഹുവിനെ കൂടാതെ ശൈത്താനിനെ കാര്യകർത്താവായി സഹായിയായി ആര് സ്വീകരിക്കുന്നുവോ ഫഖദ് ഖസിറ ഖുസ്റാനൻ മുബീന, അവൻ വ്യക്തമായ വഴികേടിലും ഏറ്റവും വലിയ കഠിനമായ ആത്മവഞ്ചനയിലും കഠിനമായ പരാജയത്തിലും അവൻ പെട്ടുകഴിഞ്ഞിരിക്കുന്നു. നഊദുബില്ല, അല്ലാഹ് കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ പിശാചിന്റെ പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിലൂടെ അവൻ പിശാചിന്റെ അനുയായിയായി മാറുകയാണ്, ശൈത്താന്റെ അനുയായിയായി മാറുകയാണ്. പിന്നെ രക്ഷയില്ല. അവനെ സംബന്ധിച്ച് അല്ലാഹ് പറഞ്ഞു, വഖദ് ഖസിറ ഖുസ്റാനൻ മുബീന, ഏറ്റവും വലിയ പരാജിതൻ, പരാജയത്തിന്റെ പടുകുഴിയിൽ വീണുപോയ മനുഷ്യനാണവൻ. അപ്പോ പിശാചിന്റെ പ്രവർത്തനങ്ങൾ പ്രധാനമായിട്ട് നമ്മൾ ഈ ആയത്തുകളിലൂടെ കേട്ടത്, ഒന്ന് ശിർക്കിനെ പറ്റിയാണ്, രണ്ടാമത്തത് വഴികളെ പറ്റി അല്ലാഹു പറഞ്ഞു. സൃഷ്ടിപ്പിനെ വ്യത്യാസപ്പെടുത്തുക, പിശാചിന്റെ നീണ്ട വ്യാമോഹങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുകയും അതിനെ സാധൂകരിക്കുന്നതിന് വേണ്ടി, സബലീകരിക്കുന്നതിന് വേണ്ടി വളരെ മോശപ്പെട്ട വഴികളെ തിരഞ്ഞെടുക്കുകയും ചെയ്യുക. ഇതൊക്കെ വലാലിയത്തിന്റെ, വഴികേടിന്റെ വഴികളാണ് എന്ന് മനസ്സിലാക്കിക്കൊള്ളുക. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയുണ്ടായി, ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയുണ്ടായി, അള്ളാഹുവിനെ തൃപ്തിപ്പെടാത്ത ഏതൊരു കാര്യം മനുഷ്യൻ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നുവോ അതൊക്കെ പിശാചിന്റെ വഴികളാണ്, പിശാചിന്റെ പ്രവർത്തനങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അവകളെ വർജിക്കുകയും നിങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയുണ്ടായി. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ.